ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ ചായ ഇടുന്ന പരിപാടിയിലാണ്. രാവിലെ പിന്നെ കാപ്പിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ചായയിലാണ് ആദ്യമേ കയറിയത്. മക്കൾക്ക് മാത്രം കാപ്പി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഒരു കല്യാണം ഉള്ളതുകൊണ്ട് രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അത് ഈ ചായ കേട്ടു. ഇക്കാക്കും എനിക്കും, ഇക്കാരും ഉമ്മ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ഉമ്മാക്ക് നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു. ചായയൊക്കെ ഇട്ട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു ചായ കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ചായയോടെ കഴിക്കാൻ പക്കാവട ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ മോൾക്ക് ഫുഡൊക്കെ കൊടുത്തു. മോളെ റെഡിയാക്കി നഴ്സറിയിലൊക്കെ വിട്ടു. അപ്പം മോളെ ഇക്കായും മോനും കൂടിയാണ് കൊണ്ടാക്കിയത്. ഇന്ന് മോൻ സ്കൂളിൽ പോയില്ല, കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ വിട്ടില്ല. അങ്ങനെ അവൾ നോക്കുവാണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്, കാരണം ഇതൊന്നും പരിചയമില്ലല്ലോ. മോനും ഇക്കായും കൂടി നഴ്സറി കൊണ്ടാക്കി. അവളുടെ നഴ്സറിയാണ്, കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇതാണ് അവളുടെ ആൻറ്റി. നല്ല സ്നേഹമാണ് കുട്ടികളുടെ അടുത്തൊക്കെ. ടാറ്റയൊക്കെ തന്നു. മോൻ സൈക്കിളിലും ഇക്ക സ്കൂട്ടിയിലായിട്ടാണ് പോയത്. ഞാൻ ഈ സൈക്കിളൊക്കെ അവിടെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. എപ്പോൾ കിട്ടിയാലും സൈക്കിൾ എടുത്ത് അങ്ങ് പൊക്കോളും. ഈ ചെറിയ ചെറിയ റോഡിലൊക്കെ ഇട്ട് ചവിട്ടി നല്ല ഇതാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഇനി പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി, ഒരു 10:30 മണി അടുപ്പിച്ചായി. ഇനി കല്യാണത്തിന് പോകണം. അടുത്ത് തന്നെയാണ് കല്യാണത്തിന് പോകണം. ഞങ്ങൾ പെട്ടെന്ന് അതിൻ്റെ പരിപാടിയൊക്കെ നോക്കി കുളിച്ച് റെഡിയായി എല്ലാവരുമായിട്ട് ഇറങ്ങി. ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. മോനും ഇക്കായും ആദ്യമേ പോയി, ഞാൻ ബേക്കേ പോകുന്നുണ്ട്. ഈ പറയുന്നത് ബെൽറ്റ് ഇടാൻ മറന്നു. അങ്ങനെ അവനെ വീണ്ടും ബെൽറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പം തന്നെ ഇറങ്ങി. ഭീമാപ്പള്ളി ബേക്ക് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഭീമാപ്പള്ളിയുടെ ബേക്ക് സൈഡാണ്. ഭീമാപ്പള്ളി ഇറങ്ങിയിടത്തവരായിട്ട് ആരും കാണൂലല്ലോ, മിക്കുള്ളവർക്കും അറിയാം. അപ്പം ഞങ്ങൾ ഏകദേശം എത്താറായി, കുറച്ചും കൂടെ ഉള്ളൂ. ഓഡിറ്റോറിയം എത്തി. വള്ളക്കടവ് ഓഡിറ്റോറിയം ആയിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ നല്ല ചമ്മലുണ്ട് ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കാൻ. എന്തെന്ന് ആരെങ്കിലും അറിയാവുന്നവർ ചോദിച്ചാൽ നാണക്കേടല്ലേ, യൂട്യൂബ് ചാനലാന്നൊക്കെ പറയും. അതുകൊണ്ടുള്ളൊരു ചമ്മലുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ മട്ടൻ ബിരിയാണി ആയിരുന്നു. പിന്നെ നേരെ ഫുഡ് അടിക്കാൻ കയറി. കാരണം രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡൊക്കെ കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നത്. മോൻ കഴിക്കാൻ നല്ല സ്ലോ ആയിരുന്നു. പിന്നെ അവനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്നു. എണീച്ചു. പിന്നെ പോയി കൈയൊക്കെ കഴുകി ഞങ്ങൾ നേരെ, പെണ്ണിനെയും ചെറുക്കനെയും കണ്ടില്ല, വന്ന പാടെ തന്നെ ഫുഡ് കഴിക്കാനാണ് കയറിയത്. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ളുഹറിന് ബാങ്കൊക്കെ വിളിക്കുന്ന സമയമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇത് ഇക്കയുടെ കൊച്ചുമാരെ മോനാണ്. അതിനകത്ത് ആ പെണ്ണിൻ്റെ ഇടതുവശത്തിരിക്കുന്നതാണ് ഇക്കയുടെ ഫ്രണ്ട്. അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞ് താഴെ വന്നപ്പോൾ ഐസ്ക്രീം കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് പോയിട്ട് ഐസ്ക്രീം വാങ്ങുന്നിടത്ത് തിരക്കില്ലാതെ കാണുന്നത്. എന്നിട്ട് നമുക്ക് ഐസ്ക്രീം കിട്ടുകയില്ല, കാരണം ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അവിടെ തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നോളാം, കാരണം ഭയങ്കര വെയിലായിരുന്നു. നിൽക്കാൻ പറ്റാത്ത ഭയങ്കര വെയിലും, നല്ല പറ്റുന്നില്ല, വെയിൽ കൊള്ളാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിലൊരു സോഡ നാരങ്ങ കുടിക്കാമെന്ന് പറഞ്ഞ് കയറി. എനിക്ക് സോഡ നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട്. പിന്നെ ഇക്കായും മോനും സോഡ സർബത്താണ് പറഞ്ഞത്, ഞാൻ സോഡ നാരങ്ങ. അങ്ങനെ പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തു. ഞാൻ വിചാരിച്ചു അങ്കിൾ ചോദിക്കുമെന്ന് എന്ത് ചെയ്യുവാണോ. പിന്നെ അവർക്ക് സോഡ സർബത്തൊക്കെ കൊടുത്തു. അതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വീഡിയോ എടുക്കുന്ന ദേഷ്യമാണ്, അവന് കുടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരിതാണ് ആ മുഖത്ത് കണ്ടത്. പിന്നെ എനിക്ക് സോഡ നാരങ്ങ കിട്ടി. ഞാൻ പിന്നെ ഒറ്റ വലിക്കനെ കുടിച്ചു, കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു. ബിരിയാണി കഴിച്ചിട്ട് വെള്ളം അധികം കുടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ തിരിച്ചിറങ്ങി. ഇങ്ങനെ പണ്ട് പഠിച്ചിരുന്ന സ്കൂൾ വിട്ട് ഈ വഴിയൊക്കെ നടന്നു വരുമായിരുന്നു. റോഡ് മൊത്തം പുല്ലായിരുന്നു, ഇതുപോലെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെ മോൻ്റെ അടുത്ത് ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ വന്നു. പിന്നെ ഒരു ഉറക്കമായിരുന്നു. ഇതുവരെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരും.